ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2-3 ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകും മുമ്പേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. അപ്പോൾ ഇതിപ്പം ഞാൻ ആദ്യത്തെ ദിവസം ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. എന്നോട് കുറച്ചായി പറയുന്നത് ഇർഫാൻ ഉണ്ടാക്കുന്ന തേങ്ങക്കറി മീൻ കറി ഇതിൻ്റെ റെസിപ്പി കാണിക്കാൻ വേണ്ടിക്ക്. അപ്പോൾ എന്തായാലും എന്താ പറയുക ആക്യുറേറ്റ് ഇട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മീൻ ഫ്രൈ ഇല്ലേ അതും ചെയ്യുക, അതുപോലെ തന്നെ തേങ്ങക്കറി ഉണ്ടാക്കാമെന്ന്. പിന്നെ വറവാണ് കേട്ടോ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. പിന്നെ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഇൻഷാ അല്ലാ നമ്മൾ ഉംറക്ക് പോക്കാണ്. എന്താ പറയുക, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയം ഞാൻ ഇൻഷാ അല്ലാ ഞാൻ അവിടെ എത്തിയിട്ടുണ്ടാവും. ഇതിൻ്റെ കമൻറ്റൊന്നും എനിക്ക് വായിക്കാൻ പറ്റുമോ അറിയില്ല, കാര്യം എനിക്ക് കമൻസ് ഒന്നും നോക്കാൻ കഴിയില്ല. കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ഇന്ന് നിങ്ങൾ കാണുന്ന ദിവസം ഇൻഷാ അല്ലാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ എന്തായാലും ഉംറക്ക് പോകുന്നതെന്ന് പറയുമ്പം ദുആ ചെയ്യാൻ പറയും. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സൊന്നും അറിയാൻ പറ്റില്ല. നമ്മൾ എൻ്റെ സ്വന്തം സഹോദരനെ പോലെ, അനിയത്തിനെ പോലെ, അതുപോലെ മകളെപ്പോലെ എല്ലാം കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം എല്ലാവർക്കും വേണ്ടിക്കും ഞാൻ ദുആ ചെയ്യും. നിങ്ങൾ എനിക്ക് വേണ്ടിക്കും ദുആ ചെയ്യുക. പിന്നെ എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് സോറി ചോദിക്കുകയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ആരെങ്കിലും കാരണം എനിക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ അതിനും ഞാൻ മാപ്പ് കൊടുക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. നമ്മളൊരു നല്ലൊരു എല്ലാവരും ആഗ്രഹമല്ലേ ഉംറക്ക് പോവുക, കഅബ കാണാന്നുള്ളത്. അപ്പം അൽഹംദുലില്ലാ എൻ്റെ ഈ ഒരു ആഗ്രഹവും ഇപ്പം നടക്കുന്നുണ്ട്. ഞാൻ കുറേ നാളായി ആഗ്രഹിക്കുന്നു. കാര്യം എൻ്റെ ഉപ്പിയും ഹസ്ബൻഡിൻ്റെ ഉപ്പിയും ഇളയമെല്ലാം പോയിട്ടുണ്ടായിന്. അപ്പം നേരെ നമ്മൾ പ്ലാൻ ചെയ്തതാണ്. 2 മാസമായി അവർ പോയിട്ട്. അപ്പം അങ്ങനെ ഡേറ്റ് കറക്റ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ് ഡേറ്റ് കറക്റ്റ് അവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് പറയാനും വേണ്ടിക്ക് ലേറ്റ് ആയാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു ഹാപ്പി ന്യൂസ് ഉണ്ടെന്ന്. അങ്ങനെ നമ്മൾ 28-ാം തീയതി എന്താ പറയുക, ഇന്ന് ഈ വോയിസ് ഞാൻ കേട്ടോ കൊടുക്കുന്നത്. കാര്യം അറിയാലോ, ഉംറക്കെല്ലാം പോകുമ്പം നല്ല തിരക്കായിരിക്കും, വീട്ടിലെ ആൾക്കാർ വരും, നമ്മൾ യാത്ര വയ്ക്കാൻ പോകണം. പിന്നെ കുറേ കല്യാണമെല്ലാം ഉണ്ടായിട്ടുണ്ടായിനി. അങ്ങനെ അതിൻ്റെ ഇടയിൽ എനിക്ക് പനിയെല്ലാം ഉണ്ടായി. അതുകൊണ്ടാണ് വ്ളോഗ് ചെയ്യാൻ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ നമുക്ക് തേങ്ങക്കറിൻ്റെ റെസിപ്പിയിലേക്ക് വരാം. ഞാനിൽ ഉള്ളി ഒരു ചെറിയ ഉള്ളിയാണ് എടുക്കൽ, മീഡിയം സൈസും വേണ്ട അതിലും ചെറുത്. പിന്നെ ഒരു 4 തക്കാളി, 2 പച്ചമുളക്, ഒരു 6-8 അല്ലി വെളുത്തുള്ളി, കടുക് പൊട്ടിക്കും കേട്ടോ, വെളിച്ചെണ്ണയിൽ കടുക് ഉലുവയും പൊട്ടിക്കും. ഇതെല്ലാം നല്ലോണം വഴറ്റി കഴിഞ്ഞാലേ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. 1 ടേബിൾ സ്പൂണും മുളക് പൊടിക്ക് 2 ടേബിൾ സ്പൂണും മല്ലിപ്പൊടി എന്ന അളവിലാണ് ചേർത്ത് കൊടുക്കുക. അപ്പം തേങ്ങക്കറി ആകുമ്പം കുറച്ച് കൊടുക്കും. മുളക് കറി ആകുമ്പം നമുക്ക് എത്രയാണോ വെള്ളം ചേർക്കുന്നത് അതിനനുസരിച്ചിട്ട് 1 ടേബിൾ സ്പൂണിന് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്ന കണക്കിന്. എന്നിട്ട് ഇത് നല്ലോണം വഴറ്റിയെടുക്കുക, അതിൻ്റെ മുളകിൻ്റെ റോസ്മെല്ല് മാറുന്നത് വരെ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. തേങ്ങക്കറി ആയതുകൊണ്ടാണ്, തേങ്ങ അരച്ച കറി ആയതുകൊണ്ടാണ് നമ്മൾ തേങ്ങക്കറി എന്നാണ് പറയൽ. ഇനിയിപ്പം ഇത് നല്ലോണം തിളച്ച് വന്നു കഴിഞ്ഞാൽ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് കറിയാണെന്ന് വിചാരിക്കേണ്ട, കുറച്ച് ഗ്രേവിയാണെന്ന് വിചാരിക്കേണ്ട. ഇതിലേക്ക് നമ്മൾ കട്ടിയുള്ള തേങ്ങാപ്പാൽ അരച്ചിട്ട് ഒഴിച്ച് കൊടുക്കും. കഴിയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. കുറച്ച് നല്ലോണം കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിക്ക്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി ചേർത്ത് കൊടുക്കാൻ പാടില്ല, വെളുത്തുള്ളി മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ തേങ്ങ ചിരകിയെടുക്കലാണ്. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോസിനെല്ലാം നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഇൻഷാ അല്ലാ നമ്മൾ കുറച്ച് നാളത്തേക്ക് ഇനി വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാര്യം നമ്മളൊരു നല്ലൊരു കർമ്മത്തിന് വേണ്ടിക്ക് പോയല്ലേ. എല്ലാവരും ആഗ്രഹമായിരിക്കും, എല്ലാവരും സ്വപ്നമായിരിക്കും കഅബ കാണാമെന്നുള്ളത്. അന്ത്യം ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമൊന്ന് കഅബ കാണാം. അങ്ങനെ നമ്മളിലെ എന്തും വിഷ്വലൈസ് ചെയ്തിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ നമ്മളെ കണ്ണിൽ കണ്ടിട്ട് നമ്മൾ അവിടെ പോകുന്നതും കാര്യങ്ങളും എല്ലാം കണ്ണിൽ കണ്ടിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിക്ക്. അപ്പം എന്തായാലും പഠിച്ചവനെ നമ്മളെ അടുത്തേക്ക് എത്തിക്കും. അപ്പം ഇൻഷാ അല്ലാ ഞാൻ എല്ലാവർക്കും വേണ്ടിക്ക് ദുആ ചെയ്യും. നിങ്ങളും എനിക്ക് വേണ്ടിക്ക് ദുആ ചെയ്യുക, നല്ല രീതിയിൽ എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ കഴിയാനും എല്ലാത്തിനും വേണ്ടിക്ക്. പിന്നെന്താ,
അത്രയെല്ലാം തന്നെയാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഞാൻ കുറച്ച് 2 ദിവസം മുമ്പേ എടുത്ത വീഡിയോ ആണ്. എനിക്ക് ലാസ്റ്റ് നിമിഷം വീഡിയോസും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. കാര്യം ഞാൻ പറയുന്ന പോലെ തന്നെയാണ്, നമ്മൾ ഉംറയ്ക്ക് പോകുന്ന സമയം നമ്മളതാണെന്നുണ്ടെങ്കിലേ ഡേറ്റ് കറക്റ്റ് പറഞ്ഞിട്ടില്ല. ഫ്ലൈറ്റ് സമരത്തിലല്ലേ, അതുകൊണ്ട് തന്നെ ഡേറ്റ് കറക്റ്റ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് ഉറപ്പിച്ചിട്ട് ആരോടും പറയാനും പറ്റിയിട്ടില്ല. അങ്ങനെ പിന്നെന്താ, അതുകൊണ്ട് തന്നെ എന്താ പറയുക, കുറച്ച് തിരക്കിലല്ലായിപ്പോയി. കുറേ നാളെനിക്ക് വീഡിയോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് നല്ല പനിയുണ്ടായിട്ടുണ്ടായിനി. പിന്നെ സൗണ്ടെല്ലാം പോയി. ലാസ്റ്റ് കേക്ക് റെസിപ്പീസിൽ ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ടായിനി സൗണ്ട് പെട്ടെന്ന് വരട്ടെ എന്നെല്ലാം പറഞ്ഞിട്ട്. നമുക്ക് പനിയെല്ലാം വന്നാൽ അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും. കാലാവസ്ഥേൻ്റെ പ്രശ്നമായിരിക്കും. അധികം ആൾക്കാർക്കും സൗണ്ടെല്ലാം പോയിട്ട് തന്നെയാണ്, ചുമയും കാര്യങ്ങളെല്ലാം തന്നെയാണെന്നുള്ള. അങ്ങനെ ഞാനില്ലേ തേങ്ങ ചിരകിയിട്ട് അതിലേക്ക് വലിയ ജീരകയില്ലേ, ഫെനൽ സീഡ് 1/2 ടീസ്പൂൺ, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. തരിപ്പൊന്നും ഇല്ലാണ്ട് നമ്മൾ ദോശമാവെല്ലാം അരക്കൂലേ, അതുപോലെ അരച്ചിട്ടില്ലേ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് മല്ലിയിലും കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ തക്കാളി, സാധാരണ ഞാൻ തക്കാളി 5 or 4 ഇടലുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ 3 or 2 തക്കാളി ഇടുന്നുണ്ടെങ്കിൽ ഒരു പീസ് പച്ചമാങ്ങ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ സമയമല്ല, ഫസ്റ്റിൽ തന്നെ ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ തക്കാളി കുറക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കുറക്കുക. പക്ഷേ പുളിക്ക് വേണ്ടിക്ക് എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. ഉള്ളി വേണ്ടാന്ന് പറയാൻ കാര്യം, ഉള്ളി അധികം ഇട്ട് കഴിഞ്ഞാൽ കറിയിലൊരു മധുര ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഫിഷ് ഫ്രൈയില്ലേ, അത് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ലേ, അത് ഉണ്ടാക്കലാണ്. കുറച്ച് വെളിച്ചെണ്ണ പാനിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നില്ലേ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇത് രണ്ടും ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു എന്താ പറയുക, നെല്ലിക്ക വലുപ്പത്തിൽ വെള്ളം എന്താ പറയുക, പുളി എടുത്തിട്ട് അത് വെള്ളമാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എല്ലാം കൂടി മിക്സാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇതൊന്ന് തിളക്കാൻ വെച്ച് കൊടുക്കുക. ഒന്ന് തിളച്ച് വരുന്ന സമയം വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും, അത് കുറച്ച് ഒരു 5 or 6 വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലും. ഇനിയിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ കൂടണ്ട കേട്ടോ. എൻ്റെ ഇത് കുറച്ച് കൂടി പോയിട്ടുണ്ടായിനി. കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് തിളച്ച് വരുന്ന സമയം നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ച ഏത് മീനായാലും കുഴപ്പമില്ല, മത്തി, അയല, ആക്കൂറ, ആവോലി, അങ്ങനെ ഏത് മീൻ വെച്ചിട്ടും നമുക്ക് ചെയ്തെടുക്കാം. ചെമ്മീൻ വെച്ചിട്ടും ചെയ്തെടുക്കാം. ഇനി തിളച്ച് വരുന്ന സമയം ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക, കഴുകി ക്ലീനാക്കി വെച്ച്. എന്തെങ്കിലും ഇങ്ങനെ ഫിഷ് ഫ്രൈയും കാര്യങ്ങളെല്ലാം ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കൽ എന്താ പറയുക, എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഉണ്ടാക്കി നോക്കാൻ തോന്നുമല്ലോ, അങ്ങനെ. പക്ഷേ എനിക്ക് കൂടുതലിഷ്ടം സാധാ ആക്കൂറെല്ലാകുമ്പം കുറച്ച് കുരുമുളക് പൊടിയും, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, അത് മാത്രം ഇട്ടിട്ട് ഫ്രൈ ആക്കലാണ് എനിക്ക് കൂടുതലിഷ്ടം. ഞാനധികം മഞ്ഞളിടലില്ല അങ്ങനെ. അപ്പം ഞാൻ ഫിഷ് ഫ്രൈയിലൊന്നും വെറൈറ്റി നോക്കലേ ഇല്ല. കാര്യം എന്താ പറയുക, മഞ്ഞളല്ല, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് വിനെഗർ, അതാണ് സാധാരണ ചെയ്യൽ. എനിക്ക് അങ്ങനെ ചെയ്യാനാണ് കൂടുതലിഷ്ടം. പക്ഷേ ഇതും അടിപൊളി തന്നെയാണ് കേട്ടോ. ഇതിങ്ങനെ വീഡിയോയിൽ കാണുമ്പം ഇത് ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പം ഉണ്ടാക്കി നോക്കണമെന്ന് എപ്പോഴും വിചാരിക്കും. അപ്പം ഇന്നാണ് അതിൻ്റെ ടൈം കിട്ടിയേ. അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിൽ ഞാനില്ലേ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, അതെല്ലാവർക്കും അറിയാൻ തന്നെയല്ലേ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിക്ക്. അങ്ങനെ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കും, മഞ്ഞൾപ്പൊടിയും. ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ടോ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എനിക്കൊന്ന് ഇത്ര വെളിച്ചെണ്ണ വേണ്ടാന്ന്. പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ മീൻ ഫ്രൈ ആക്കുന്ന സമയം ഹൈറുനിസ ബീഗ എന്ന് പറഞ്ഞ അവരെപ്പോഴും എനിക്ക് കമൻറ്റ് ചെയ്യും. ഒരു താത്തയാണ്, അതും മോളേന്ന് വിളിച്ചിട്ടേ കമൻറ്റ് ചെയ്യും. അത്രയും ഒരുപാട് പേരുണ്ട് കേട്ടോ, നല്ല നല്ല കമൻറ്റ്സ് തരുന്ന ആൾക്കാർ. എന്നാലും ഒരുപാട് പേർക്ക് കമൻറ്റ് ഇടാൻ മടിയാന്നെല്ലാം പറഞ്ഞിട്ട് കമൻറ്റ് ഇടാൻ എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ കമൻറ്റ്സ് എല്ലാം കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട്, അതിന് എന്താ പറയുക, ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഇത്ര ഓയിൽ വേണ്ട മോളേന്ന്, വെളിച്ചെണ്ണ വേണ്ട മോളേന്ന്. ഞാനില്ലേ ഒഴിക്കുമ്പോൾ കുറച്ച് കൂടി പോവും. അങ്ങനെ ഇതും കുറച്ച് കൂടുതലാണ്, ഇത്ര വേണ്ട കേട്ടോ ഓയിൽ ഒഴിക്കുമ്പം. അങ്ങനെ സാധാരണ വീഡിയോ എടുക്കാണ്ട് ഒഴിക്കുമ്പോൾ അങ്ങനെ കൂടിപ്പോവില്ല. പക്ഷേ വീഡിയോ എടുത്തിട്ടാകുമ്പോൾ നമ്മളൊരു തിരക്കിലിരിക്കില്ലേ ചെയ്യുന്നുണ്ടാവുക. സമയത്തിന് ഫുഡായും വേണം, നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യും വേണം. അങ്ങനെ ആകുമ്പം കുറച്ച് തിരക്കായി പോവും. അന്നേരം കുറച്ച് കൂടുതലായിട്ട് ഒഴിഞ്ഞു പോകുന്നതാണ്. അങ്ങനെ എപ്പോഴും അങ്ങനെ ആവലില്ല. ഈ 2 പ്രാവശ്യം അങ്ങനെ ആയിട്ടുണ്ട്. അങ്ങനെ പിന്നിൽ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതിൽ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല.
വീഡിയോ ഷൂട്ട് ചെയ്തിന്. പക്ഷേ ഇതിപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിക്ക് കുറേ സമയമാവില്ലേ. നിങ്ങളോട് എനിക്ക് ഉംറൻ്റെ യാത്ര പറയും വേണം. പറയാണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. കാര്യം എൻ്റെ ഒരു ചെറിയൊരു കഴിവിനെ, എൻ്റെ കുക്കിംഗ് എന്ന കഴിവിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് അംഗീകരിച്ചിട്ട് എന്നെ ഇത്ര വരെ എത്തിച്ച എൻ്റെ നല്ലവരായ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ പറയാണ്ടെന്നതിനാൽ അത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇത് ഭയങ്കര പെർഫെക്റ്റ് വീഡിയോ ഒന്നും ആയിരിക്കില്ല. അങ്ങനെ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും യാത്ര പറയണമല്ലോ, അപ്പം നിങ്ങൾ എന്തെങ്കിലും വീഡിയോസ് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ നെയ്ച്ചോറും വറവും ഫിഷ് ഫ്രൈ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടോ. അങ്ങനെ പിന്നെ വൈകുന്നേരം ആയാലില്ലേ ഉന്നക്കായ ഉണ്ടാക്കിയിട്ടുണ്ടായിനി. നമ്മൾ കായട എന്നാണ് പറയൽ. നമ്മളില്ലേ ഈ ഒരു ഉന്നക്കായ ഉണ്ടാക്കൽ മുട്ട വെച്ചിട്ടാണ്. നമ്മൾ കണ്ണൂർ എല്ലാവരും അങ്ങനെയൊന്നും അറിയില്ല. എന്താ പറയുക, നമ്മൾ ഈ ഒരു ഭാഗത്തെല്ലാം മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കൽ. ഞാൻ ഇതിൻ്റെ എല്ലാം ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഇർഫാന ഷംഷീർ സ്നാക്സ് റെസിപ്പീസെന്നോ പാർട്ടി മെനു ഐഡിയാസെന്നോ അങ്ങനെ എന്ത് ടൈപ്പ് ചെയ്തിരുന്നാലും നിങ്ങൾക്ക് ഒരുപാട് സ്നാക്സ് റെസിപ്പീസും ഫുഡ് എന്താ പറയുക ബിരിയാണി, മന്തി, അങ്ങനത്തെ പുഡിങ് എല്ലാ ഐറ്റംസും കാണാൻ പറ്റുക. എൻ്റെ ചാനലിൽ മെയിനായിട്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളാണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം അങ്ങനെ. പിന്നെന്താ, ഞാനില്ലേ കുറച്ച് ഗീലി, ഇതിപ്പോൾ കുറച്ച് മാത്രമൊന്നും ഉണ്ടാക്കുന്നത്. ഒരു 3 പഴത്തിന് 2 മുട്ട, 3-4 പഴത്തിന് 2 മുട്ട മതിയാവുക. ഒരു സ്പൂണ് ഗീല്, എന്താ പറയുക, കാഷ്യൂനട്ടും കിസ്മിസും ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 മുട്ടയും, മുട്ട ഇടുമ്പോൾ കുറച്ചധികം പഞ്ചസാര ഇടണേ. എന്നാലാണ് ഈ കായട കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക. ഇതിപ്പം പെർഫെക്റ്റ് റെസിപ്പി ഒന്നല്ല. റെസിപ്പി ആണെന്നുണ്ടെങ്കിൽ ഇർഫാന ഷംഷീർ ഉന്നക്കായ റെസിപ്പി, കായട റെസിപ്പി നല്ല ടൈപ്പ് ചെയ്തതിനാലും നിങ്ങൾക്ക് കിട്ടും. റമദാൻ ടൈമിൽ ഫ്രീസ് ചെയ്ത് വെക്കാൻ സൂക്ഷിക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇതുമുണ്ട്. നമ്മൾ ഈ ഭാഗത്തുനിന്ന് ഇതെല്ലാം ഫ്രീസ് ചെയ്ത് വെക്കും. പക്ഷേ ചിലർക്ക് മുട്ട ഒന്നും ഫ്രീസ് ചെയ്ത് വെക്കുന്നത് ഇഷ്ടമല്ല, ഹെൽത്തിന് നല്ലതല്ല എന്നിട്ട് അങ്ങനെ ചെയ്യൂല. അങ്ങനെ പക്ഷേ ഇതെല്ലാം എളുപ്പത്തിൽ ഇപ്പം എഗ് ബീറ്ററും കാര്യങ്ങളും എല്ലാം ഉണ്ടായതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പണ്ടെല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ സമയം പഴമെല്ലാം കുത്തി അടച്ചിട്ട് അത് സോഫ്റ്റാക്കി എടുക്കണം. അങ്ങനെ ഞാനിപ്പം 3 പഴമാണ് എടുത്തിട്ടുള്ളത്. പഴം എടുക്കുമ്പോൾ കരിമ്പോക്കൻ പഴമെന്ന് അറിയും, അധികം പഴുക്കാത്ത പഴം, പഴുപ്പ് സ്റ്റാർട്ട് ചെയ്ത പഴം എടുക്കണം ഈ ഒരു ഉന്നക്കായ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. എന്നാലത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ കരിമ്പോക്കൻ പഴം എന്നെല്ലാം നമ്മളങ്ങനെയാണെന്ന് പറയില്ല. നിങ്ങളെന്താ പറയുന്നത് കമൻറ്റ് ചെയ്യുക. അതിൽ നമ്മൾ വേവിച്ചെടുക്കുക. ഒരു 15-20 മിനിറ്റോളം വേവിച്ചെടുക്കുക. ആ തൊലിയില്ലേ, പഴത്തിൻ്റെ തൊലി ഒന്ന് പൊട്ടി വരും. അതുവരെയാണ് കറക്റ്റ് വേവ് എന്ന് പറയുന്നത്. ആവിച്ചെമ്പുണ്ടാവില്ലേ, ആവിപാത്രത്തിൽ വേവിച്ചെടുക്കുക. എന്നിട്ടില്ലേ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നല്ലോണം ഉടച്ചെടുക്കണം. കുറച്ച് ഗീയും കൂടി ചേർത്ത് കൊടുക്കണേ. ഉടച്ചെടുക്കുമ്പം എന്നാൽ നല്ലോണം സ്മൂത്തായിട്ട് കിട്ടും. നിർബന്ധമില്ല കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താലും പ്രശ്നമില്ല. പക്ഷേ ഭയങ്കര ഡ്രൈ ആണ്ടിരിക്കാൻ വേണ്ടിക്ക് ഞാൻ ഗീയാണ് ചേർത്ത് കൊടുക്കുക. എൻ്റെ കാക്കില്ലേ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്നാക്കാണ് ഈ ഒരു കായട. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഉടച്ചെടുക്കുക. എന്തെങ്കിലും വെച്ചിട്ട് ഉടച്ചെടുക്കുക. പക്ഷെ കുറച്ചധികം പണിയായിരിക്കും. നമ്മളിങ്ങനെ പരത്തിയിട്ടെല്ലാം ചൂടുന്ന സമയം ഇത് നമ്മൾ പത്തിരിക്കെല്ലാം കുഴക്കുന്ന പോലെ നല്ല സ്മൂത്തായിട്ടുണ്ടാകുമ്പോൾ നമുക്ക് വേഗം ഇതിൽ ഫില്ലിംഗ് എല്ലാം നിറച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ എപ്പോഴും ബീറ്റർ വെച്ചിട്ട് ചെയ്യലാണ് കൂടുതൽ നല്ലത്. കുറച്ച് ബീറ്ററെല്ലാം വെച്ചിട്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മിക്സി ആയാലും എല്ലാം ചൂട് തണിഞ്ഞ ശേഷം വേണം കേട്ടോ. കുറച്ചൊന്ന് ചൂട് തണിഞ്ഞ ശേഷം വേണം ഉടച്ചെടുക്കാൻ വേണ്ടിക്ക്. അങ്ങനെ അപ്പോൾ ഇതാ നല്ല സ്മൂത്തായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇത്ര സ്മൂത്താകാൻ കാരണം ഞാൻ ഇതിലേക്ക് കുറച്ച് ഗീയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പം ഇത് സാധാ നമ്മൾ ഉന്നക്കായ ചെയ്യൂലേ, അധികം ആൾക്കാരും തേങ്ങപ്പണ്ടം വെച്ചിട്ടല്ലേ ചെയ്യുക. അപ്പം ഞാൻ ഇതുവരെ തേങ്ങൻ്റെ പണ്ടം വെച്ചിട്ട് എന്താ പറയുക ചെയ്തത് ഇതുവരെ കഴിച്ചിട്ടില്ല. എന്നാലും ഏകദേശം ടേസ്റ്റ് അറിയാം. കാര്യം എല്ലായിടൻ്റെ ഉള്ളിൽ നമ്മൾ തേങ്ങ ഫില്ലിങ് വെച്ചിട്ട് ചെയ്യലുണ്ട്. അങ്ങനെ പക്ഷേ ഇതൊരു മുട്ട വെച്ചിട്ട് ചെയ്ത് നോക്കട്ടെ. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമ്മൾ ഈ ഒരു കണ്ണൂർ പാങ്ങാടി ഭാഗത്തെല്ലാം അധിക വീടുകളിലും ഈ മുട്ട വെച്ചിട്ട് തന്നെയാണ് ചെയ്യുക. അപ്പോൾ ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കുക. നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിക്ക് കുറച്ച് പച്ചവെള്ളയിൽ കയ്യിലൊന്ന് ആക്കി കൊടുത്തിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും ഷേപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ ഇലയുടെ ചെയ്യുന്നതിനും ഇത് ചെയ്യാൻ നിങ്ങൾക്ക് ഇല ഒന്ന് പരത്തിയിട്ട് അതുപോലെ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇലയുടെ ചെയ്യുന്ന പോലെയും ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു കായട എന്നൊന്നും പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ല.
എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഇക്കാക്കും ഉമ്മക്കെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഇത്. അധികം ആളുടെയും ഫേവറേറ്റാണ് ഈ ഒരു ഐറ്റം. മധുരയിൽ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഇപ്പം പഴം വാട്ടിയത്, അങ്ങനെ പഴം വെച്ചിട്ടെല്ലാം മധുരമുള്ള സ്നാക്ക് ഉണ്ടാക്കൂലേ, അങ്ങനത്തേതെല്ലാം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഇതും ഒന്ന് ട്രൈ ആക്കി നോക്കാം കേട്ടോ. അപ്പം കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കണം, വെളിച്ചെണ്ണ ഒകിയോ എന്തെങ്കിലും ആക്കുക. എന്നിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക, എന്നിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഓരോ ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ കഷ്യൂനട്ട് ഉണ്ടാവില്ലേ, അതൊന്ന് ഒരു കിസ്മിസ് എങ്കിലും വെച്ച് കൊടുക്കണം കേട്ടോ. ഇതിലാ ഒരു മുന്തിരി നമ്മൾ എടുത്ത് കളയലാണ് പൊതുവേ, എന്നാലും കഷ്യൂനട്ടെല്ലാം വെച്ച് കഴിഞ്ഞാൽ കടിക്കാൻ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഒന്നുമില്ല, തിളച്ച എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കുക, എന്നിട്ട് ഫ്രൈ ആക്കിയെടുക്കുക. നല്ലോണം അപ്പുറം നല്ല കളർ ചേഞ്ച് ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കിയെടുക്കുക. അതിൻ്റെ കൂടെ ചായക്ക് വേണ്ടിയിട്ടുള്ള വെള്ളവും ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കലാണ് നല്ലത്. പിന്നെ ക്രാക്കൊന്നും ഇല്ലാണ്ടിരിക്കുക. നമ്മൾ ഉണ്ടാക്കുന്ന സമയം തന്നെയില്ലേ നല്ല സ്മൂത്തായിട്ട് പരത്തി ഉരുളകളാക്കി എടുക്കണേ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ക്രാക്കൊന്നും ഇല്ലാണ്ട് കിട്ടുക. പിന്നെ ഇങ്ങനെ ചെറിയ എന്തെങ്കിലും സ്പൂൺ വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് വേണം മിക്സ് ആക്കാൻ വേണ്ടിക്ക്. ആദ്യം കുറച്ച് സോഫ്റ്റ് ആയിരിക്കുമല്ലോ ഉണ്ടാവുക, പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ മുരിഞ്ഞു വരും. ആ സമയം വേണം നമ്മളിത് കോരി മാറ്റാൻ വേണ്ടിക്ക്. പണ്ടലില്ലേ ഈ നോമ്പിൻ്റെ സമയം അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലിയിലെല്ലാവരും കൂടി ഇങ്ങനെ അപ്പം ചുട്ട് കൊടുക്കാന്നെല്ലാം പറയും പുതിയാപ്പിളമാരെ വീട്ടിലേക്ക്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതെല്ലാം വലിയ പാത്രത്തിൽ കുറേ ആൾക്കാർ കൂടിയിട്ടാണ് ഉണ്ടാക്കുക. അങ്ങനെ ഇതിപ്പം ഒരു ചെറിയ ഫാമിലിക്കെല്ലാം വേണ്ടി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 പഴം 2 പഴം മതി കേട്ടോ. അങ്ങനെയെല്ലാം ആകുമ്പോൾ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സാധാരണ 4 കിലോ 5 കിലോ പഴത്തിലും 30-40 മുട്ടയിലെല്ലാം ഇത് നമ്മളെ വീട്ടിലെല്ലാം ഉണ്ടാക്കി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫില്ലിങ്ങിൽ മുട്ടയിൽ കുറച്ചധികം പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 2 മുട്ടയാകുമ്പം ഒരു 4 ടേബിൾ സ്പൂണെങ്കിലും പഞ്ചസാര ഇട്ട് കൊടുക്കണം. സോറി, ഞാൻ പറയാൻ വിട്ടുപോയി, ഏലക്കപ്പൊടി അല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക ഒന്ന് പൊട്ടിച്ചിട്ടും കൂടി ഇട്ട് കൊടുക്കണേ, എന്നാലാണ് നല്ല സ്മെല്ലുണ്ടാവുക. പിന്നെ ഇതുപോലെ നല്ലൊരു കളറ് ചേഞ്ച് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. എന്നിട്ട് ഇത് ചൂടോടെ കഴിക്കുക, തണിഞ്ഞതിനാൽ കഴിക്കുക, ഭയങ്കര ടേസ്റ്റിയാണ്. ചൂടോടെ കഴിക്കാനാണ് അധികം ആൾക്കാരും ഇഷ്ടപ്പെടുക. അങ്ങനെ തണിഞ്ഞാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനിടയിൽ ചായയെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ചായയെല്ലാം തിളച്ച് വന്ന് അങ്ങനെ ഏത് ചായപ്പൊടിയാണ് യൂസ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് കുറേ കമൻസിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കലുണ്ട്. എല്ലാവർക്കും എനിക്ക് കമൻസിന് റീപ്ലൈ തരാൻ പറ്റില്ല, സോറി. ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്, കാരണം ഭയങ്കര ആഗ്രഹമുണ്ട് എല്ലാവർക്കും ഓരോരോ കമൻസിന് റീപ്ലൈ കൊടുക്കാമെന്നുള്ളത്. പിന്നിൽ താജ് എന്ന് പറഞ്ഞതിൽ താജ് മഹൽ എങ്ങാനും പറഞ്ഞൊരു ചായപ്പൊടിയില്ലേ, ഒരു ബ്ലൂ കളറിലുള്ളത്, കറക്റ്റ് അതന്നെയോ പേരൊന്നും ഇപ്പം എനിക്ക് ഓർമ്മയില്ല. അതാണ് കേട്ടോ നമ്മൾ വാങ്ങൽ. നല്ല ചായയാണ്. ഞാനധികം ഭയങ്കര സ്ട്രോങ്ങിലൊന്നും ആക്കലില്ല. ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ. അങ്ങനെ ആ ഒരു കയ്പ്പ് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ചായൻ്റെ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്ക്. അപ്പോൾ ഇതാ നമ്മൾ ചായയിലുണ്ടാക്കി കഴിക്കലാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഫില്ലിങ് കാണിച്ചു തരാം. എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, എന്നാലും വീഡിയോസ് കാണുമ്പം ചിലർക്കൊന്നും അറിയലുണ്ടാവില്ല. അങ്ങനെ അപ്പോൾ അന്നത്തെ ദിവസം തിരഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിന്. ഇതെനിക്കുള്ളൊരു പേജിൽ നിന്ന് ഗിഫ്റ്റ് ചെയ്തതാണ്. ഞാൻ എൻ്റെ ഉമ്മാക്കും എൻ്റെ മക്കൾക്കും ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിക്ക് ആഗ്രഹിച്ചൊരു സംഭവമാണ്. അങ്ങനെ പറയുകയും ചെയ്തിട്ട് എനിക്കുള്ള അവരയച്ചു തന്ന സംഭവമാണ്. ഇത് 4 കളേഴ്സിലാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇതിപ്പം എൻ്റെ ഉമ്മാക്ക് പിങ്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇത് ഉമ്മാക്ക് വാങ്ങിയതാണ്. നമുക്കില്ലേ നമ്മളെ വീട്ടിലാർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനുണ്ടെങ്കിൽ സിസ്റ്റേഴ്സിന്, ഉമ്മാക്ക് അല്ലാന്നുണ്ടെങ്കിൽ ആർക്കാലും വൈഫിന് അങ്ങനെയെല്ലാം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കൂലേ. അപ്പം ഏറ്റവും മീനിങ് ഏറ്റവും ഉപകാരസ്കരിക്കുക, മുസല്ലയിൽ നമസ്കരിക്കുമ്പോൾ എല്ലാം നമുക്കും കൂടി പ്രതിഫലം കിട്ടും. അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ടുണ്ടായിനി. അപ്പോൾ അത് അഫോർഡബിളായിട്ട് നമുക്ക് ഒതുങ്ങുന്ന രീതിയിലത്തെ പ്രൈസിലും വേണ്ടേ, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റവും വേണം. നമുക്ക് നമസ്കാരക്കുപ്പായെല്ലാം ആകുമ്പോൾ നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട്
വേറെയാണല്ലോ ഇഷ്ടമുണ്ടാവുക. അധികം ഇട്ട് കഴിഞ്ഞാൽ കുറേ സമയം നമ്മൾ നിസ്കരിക്കും. സുന്നത്ത് നമസ്കാരം ആയാലും കാര്യങ്ങളായാലും നമുക്ക് ചൂടെടുക്കാം. അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. നല്ല ക്വാളിറ്റിയിലെ ക്ലോത്താണ്. ഞാനിത് എന്താ പറയുക ഇട്ട് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ. എല്ലാ കളേഴ്സിലും ഇപ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ 2 വയസ്സ് മുതൽ കസ്റ്റമൈസേഷൻ ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അവൈലബിൾ ആണ്. 2 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് മുതൽ ഇവർ ഇങ്ങനെ പ്രയർ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം റമദാനെല്ലാം വരാൻ പോയല്ലേ, റമദാൻ്റെ ടൈമിൽ നമ്മൾ അധികം ഓരോരുത്തർക്ക് ഗിഫ്റ്റ് കൊടുക്കൂലേ. അപ്പോൾ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള, ഏറ്റവും നമുക്ക് നാളെ ഇന്ന് ദുനിയാവിൽ മാത്രമല്ല നാളെ ആഖിറത്തിലേക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലത്തെ ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഡെയിലി ഖുർആൻ ഓത എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് പുണ്യമായിട്ടുള്ള കാര്യമല്ലേ. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഉമ്മാക്കും ഞാൻ എനിക്ക് വാങ്ങുന്ന സമയം അവർക്കും കൂടി ഇത് ഗിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നിങ്ങളെന്തായാലും വാങ്ങിക്കോ. ഇപ്പോൾ ഹസ്ബൻഡെല്ലാം ആണെന്നുണ്ടെങ്കിൽ വൈഫിന് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ അനിയത്തിമാർക്ക്, ഏട്ടത്തിമാർക്ക്, ഉമ്മാക്ക് എല്ലാം ഗിഫ്റ്റ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കണ്ടാൽ തന്നെ ശരിക്കും ഈ ഹാമ്പർ കണ്ടാൽ തന്നെ അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഗിഫ്റ്റ് ബോക്സിൽ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട്. ഇപ്പോൾ വൈഫിന് ഹസ്ബൻഡിനോ ബ്രദറിനെല്ലാം ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെർഫ്യൂമും മുസലും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അങ്ങനത്തെ ഗിഫ്റ്റ് ഓപ്ഷനും ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അഫോർഡബിളാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിക്ക്. ഞാനിപ്പോൾ ഈ 4 കളേഴ്സാണ് കേട്ടോ സെലക്ട് ചെയ്ത്. ഒരുപാട് കളർ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യുക. അങ്ങനെ ഈ ബ്ലൂ എല്ലാം കാണാൻ ഇത് ഞാൻ മൻഹക്ക് വേണ്ടിക്ക് വാങ്ങിയതാണ്. ആദ്യത്തെ പിങ്കിൽ ഉമ്മക്ക് വേണ്ടിക്ക്, ഇത് ഞാൻ മൻഹക്ക് വേണ്ടിക്കും എന്താ പറയുക അവർക്ക് ഇഷ്ടമുള്ള കളർ വേണമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട കളറാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ നൈസക്ക് ബ്രൗൺ വാങ്ങിയിട്ടുണ്ടായിനി. ഞാൻ എന്താ പറയുക ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ്, ഓഫ് വൈറ്റ് എന്നെല്ലാം പറയാൻ പറ്റും. ആ ഒരു എന്താ പറയുക അങ്ങനെ എല്ലാം നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും അവരെ പേജ് ചെക്ക് ചെയ്തോ. അതുപോലെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം കേട്ടോ. പിന്നത്തെ വീഡിയോ എന്താ പറയുക ഇത്രക്കെല്ലാം തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത്. അതുപോലെ തന്നെ റമദാനെല്ലാം വരാൻ പോയല്ലേ, ആർക്കെങ്കിലും ഇങ്ങനത്തെ നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യമല്ലേ. ഇത് ഞാൻ പറഞ്ഞ പോലെ മൈസാൻ്റെ ഐറ്റം ഒന്ന് കേട്ടോ. പിന്നെന്താ ഉംറക്ക് വന്ന തിരക്കും കാര്യങ്ങളും എല്ലാം ആയിട്ട് ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് ഷെയർ ആക്കാൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഉംറക്ക് പോയ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ അവിടെ നിന്ന് ഷൂട്ട് ഒന്നും ചെയ്യൂല. അപ്പോൾ കുറച്ച് നാളത്തേക്ക് ഇനി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റോ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ സോറി വയ്ക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും എനിക്ക് ദുആ ചെയ്യും. കാര്യം മെസ്സേജ് നിങ്ങളെനിക്ക് അയക്കുന്ന മെസ്സേജ് ഞാൻ കാണുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ എല്ലാവർക്കും വേണ്ടിക്കും ദുആ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാനും പറയും. എനിക്കറിയാം നിങ്ങൾ ഓരോരുത്തരും പറയുമെന്ന്. അപ്പോൾ ഇതാ നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഉണ്ടായിട്ടുണ്ടായിന് വീട്ടിൽ. ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ ചായക്കായിട്ട് ഇത്രയും ഐറ്റംസാണ് ഞാനെല്ലാം ഓർഡർ ചെയ്യാമെന്ന് കേട്ടോ ചെയ്തിട്ടുണ്ടായിന്. ലാസ്റ്റ് നിമിഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ലല്ലോ, നല്ല തിരക്കായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാം ഓർഡർ ചെയ്യാമെന്ന് ചെയ്തിട്ടുണ്ടായിന്. അങ്ങനെ അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെന്താ എനിക്ക് വേണ്ടിക്ക് നിങ്ങളെന്തായാലും ദുആ ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടിക്കും ചെയ്യും. അപ്പം എന്താ പറയുക കുറച്ച് നാളത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം എന്താ പറയുക എന്നാൽ അസ്സലാമു അലൈക്കും, ബൈ.